ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്താണ് മെഷർമെൻറ്റ്, എന്താണ് സ്കെയിലിങ്, അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള സ്കെയിലുകൾ, അതിൻ്റെ ഡിഫറൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് മെഷർമെൻറ്റ് ടൂൾ ഓർ ഇൻസ്ട്രുമെൻറ്റ്. അതായത് നല്ല ഒരു മെഷർമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒരു ഗുഡ് മെഷർമെൻറ്റ് ടൂളിൻ്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ പല രീതിയിൽ പല തരത്തിൽ അല്ലെങ്കിൽ പല മെത്തേഡിലൊക്കെ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. ഒരു നല്ല മെഷർമെൻറ്റ് എന്ന് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് സർട്ടൻ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് വാലിഡിറ്റി. എന്താണ് വാലിഡിറ്റി? Validity means the extent to which the test serves its purpose or the efficiency with which it measures what it intends to measure. അതായത് നമ്മൾ എത്രത്തോളം ഏതൊരു എക്സ്റ്റെൻറ്റ് വരെയാണോ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടെസ്റ്റുകൾ വാല്യൂ ചെയ്യാൻ വിചാരിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ തലം വരെ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, വാലിഡ് എന്ന് പറയാം. ഇപ്പോൾ വാലിഡിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നോർമലി നമുക്കൊക്കെ അറിയാം അല്ലെ, ഫോണിലും മൊബൈലും വാലിഡിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ഇതുവരെ എക്സ്റ്റെൻറ്റ് വരെയാണ്, അപ്പോൾ 1 month വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു മാസമാണ് നമ്മൾ അത് നമ്മുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് നമ്മുടെ കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ ഒരു എക്സ്റ്റെൻറ്റ് വരെ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ പർട്ടിക്കുലർ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അതേപോലെ നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൂൾ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു തലം വരെ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കതിന് വാലിഡ് അല്ലെങ്കിൽ വാലിഡിറ്റി എന്ന് പറയാം അല്ലേ. അതായത് വാട്ട് ദ ടെസ്റ്റ് മെഷേഴ്സ് ആൻഡ് ഹൗ വെൽ ഇറ്റ് ഡസ് ഫോർ, അത് എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതായത് ടു വിച്ച് ദ ഡിഫറൻസസ് ഫൗണ്ട് വിത്ത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് റിഫ്ലക്ട് ട്രൂ ഡിഫറൻസസ് എമംഗ് ദോസ് ബി ടെസ്റ്റഡ്. എത്ര കാലം, അപ്പോൾ ഞാനൊരു ടെസ്റ്റ് നടത്തിയാൽ, അപ്പം ഞാൻ ഇന്നൊരു ടെസ്റ്റ് നടത്തി, അത് ഇന്നത്തോടെ അവസാനിക്കുകയല്ല, നാളെയും മറ്റന്നാളും ഒക്കെ അതിൻ്റെ കണ്ടൻറ്റ് കറക്റ്റായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ വരുന്നതിന് നമുക്ക് എന്ത് പറയാം, വാലിഡിറ്റി എന്ന് പറയാം. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിൻറ്റ്, മെഷറബിലിറ്റി. എന്താണ് മെഷറബിലിറ്റി? മെഷറബിലിറ്റി മെഷർ ദ ഒബ്ജക്റ്റീവ് ടു ബി അച്ചീവ്ഡ്. അതായത് നമ്മളുടെ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് മെഷറബിലിറ്റി. ഇപ്പോൾ ഞാൻ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു A4 പേപ്പറിൻ്റെ സെൻറ്റിമീറ്റർ അളക്കുകയാണെങ്കിൽ ഷുഡ് മെഷർ ദ ഒബ്ജക്റ്റീവ് ടു ബി അച്ചീവ്ഡ്. ഞാൻ അത് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മെഷറബിലിറ്റി. ചില കേസുകളിൽ നമുക്ക് പല സാധനങ്ങളും മെഷർ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് ഒരു ഗുഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഒരു നല്ല മെഷർമെൻറ്റ് ടൂളാണെങ്കിൽ അതിന് എന്ത് ഫീച്ചറും കൂടി വേണം, മെഷറബിലിറ്റി കൂടി വേണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, റിലയബിലിറ്റി. Reliability means consistency of your measurement or the degree to which an instrument measures the same way each time it is used under the same condition with the same objects. ഒരേ കണ്ടീഷനിൽ നമ്മൾ ഒരേ ഒബ്ജക്റ്റിന് മെഷർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആൻസർ വരാതിരിക്കുക, അതിനൊരു റിലയബിലിറ്റി, വിശ്വസനീയത ഉണ്ടായിരിക്കണം ഓരോ മെഷർമെൻറ്റ് ടൂളിനും. ഇപ്പം ഞാനൊരു ഇപ്പോൾ ഒന്ന് മെഷർ ചെയ്തപ്പോൾ 10 എന്ന് കിട്ടി, കുറച്ച് കഴിഞ്ഞപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 15 കിട്ടി, പിന്നെ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 കിട്ടി. അപ്പോൾ നമുക്കെന്ത് പറയാൻ പറ്റില്ല, റിലയബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ ആയിരിക്കണം വേണ്ടത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് യൂണിഡയമെൻഷനാലിറ്റി. Unidimensionality means the scale should measure one characteristics at a time. ഒരു സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അതിനൊരു യൂണിഡയമെൻഷനാലിറ്റി ഉണ്ട്, യൂണിഡയമെൻഷനാലിറ്റി ഉണ്ടെന്ന് പറയാം. അതായത് ദ സ്കെയിൽ ഷുഡ് മെഷർ വൺ ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് എ ടൈം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെന്ത് പറയാം, യൂണിഡയമെൻഷനാലിറ്റി എന്ന് പറയാം. So the fifth one is linearity. Linearity means the scale should follow the straight line model. സ്ട്രേറ്റ് ലൈൻ മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില സിസ്റ്റം അല്ലെങ്കിൽ ചില ഡിവൈസുകൾ 1 ബേസ് ഇൻ്റർചേഞ്ചബിൾ യൂണിറ്റ്സ് ആയിരിക്കും. അതായത് ഒരു നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു മോഡലിലായിരിക്കണം നമ്മൾ ഒരു മെഷർമെൻറ്റ് ടൂൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ലീനിയറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് പ്രാക്ടിക്കബിലിറ്റി. പ്രാക്ടിക്കബിലിറ്റി മീൻസ് ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ ആൻഡ് യൂസബിൾ. അപ്പോൾ നമ്മളൊരു മെഷർമെൻറ്റ് സ്കെയിൽ ക്രിയേറ്റ് കഴിഞ്ഞാൽ അതെന്തായാലും നമുക്ക് ഫീസിബിളും ആവണം, യൂസബിളും ആവണം അല്ലെ, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ്, അതിൽ പ്രോപ്പറായിട്ടുള്ള, അപ്പോൾ നമ്മളൊരു സ്കെയിൽ എടുത്ത് നോക്കൂ, അത് യൂസബിളും ആണ്, അതുപോലെ ഫീസിബിളും ആണ്, അതുപോലെ തന്നെ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും.
സെൻറ്റിമീറ്റർ, ഇഞ്ച്, അങ്ങനെ അത് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കണം. ഷുഡ് ബി ഈസിലി അഡ്മിനിസ്ട്രബിൾ, നമുക്ക് ഈസി ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കണം. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കണം വേണ്ടത്. ദെൻ നെക്സ്റ്റ്, accuracy. Accuracy means an instrument is the quality which characterizes the ability of a measuring instrument to give indications approximating to the true value of the measured variables. Accuracy എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അതിന് എന്ത് ക്വാളിറ്റിയാണ് ഉണ്ടാകുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ദ എബിലിറ്റി ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ടു ഗീവ് ഇൻഡിക്കേഷൻസ് അപ്രോക്സിമേറ്റിംഗ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ മെഷർഡ് വാരിയബിൾസ്. അതായത് accuracy of an instrument is the quality ആണ് which characterizes the ability of a measuring instrument. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ എബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക്, അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസ് നമുക്ക് ക്രിയേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം എന്ത് നമ്മുടെ മെഷർമെൻറ്റ് ടൂൾ എന്ന് പറയുന്നത്. സോ ദ ലാസ്റ്റ് വൺ ഈസ് സിംപ്ലിസിറ്റി. സോറി, ഞാനതിൽ എഴുതാൻ വിട്ടുപോയി. സിംപ്ലിസിറ്റി. എ സ്കെയിൽ ഷുഡ് ബി സിമ്പിൾ ആസ് പോസിബിൾ. ഓക്കെ, അങ്ങനെ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. ഒന്നുകൂടി പറയാം: വാലിഡിറ്റി, മെഷറബിലിറ്റി, റിലയബിലിറ്റി, യൂണിഡയമെൻഷനാലിറ്റി ആൻഡ് ലീനിയറിറ്റി ആൻഡ് പ്രാക്ടിക്കബിലിറ്റി ആൻഡ് ആക്യുറസി ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സിംപ്ലിസിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടെക്നിക്സ് ഓഫ് ഡെവലപ്പിംഗ് മെഷർമെൻറ്റ് ടൂൾസ്. ടെക്നിക്സ് ഓഫ് ഡെവലപ്പിംഗ് മെഷർമെൻറ്റ് ടൂൾസ്. മെഷർമെൻറ്റ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള, അല്ലെങ്കിൽ പല പ്രോസസ്സുകൾ, അല്ലെങ്കിൽ പല ടെക്നിക്കുകളാണ് നെക്സ്റ്റ് പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഇസ് കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്, ആൻഡ് സെക്കൻഡ് വൺ സ്പെസിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ് ഡയമെൻഷൻസ്, തേർഡ് വൺ സെലക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഫോർത്ത് വൺ ഫോർമേഷൻ ഓഫ് ഇൻഡെക്സ്. ഓക്കെ, എന്താണ് ഈ കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ആൻഡ് പ്രൈമറി സ്റ്റെപ്പ് ഓഫ് എ കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്, it means the researcher should arrive at an understanding of the major concepts pertaining to this study. അപ്പോൾ നമ്മൾ എന്തൊരു സ്റ്റഡിയാണോ മെഷർ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്, ആ സ്റ്റഡി മെഷർ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ സ്റ്റഡിയെ കുറിച്ചിട്ടുള്ള ഒരു മേജർ കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മെഷർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്. ഓൺ ദ സെക്കൻഡ് വൺ ഈസ് സ്പെസിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ് ഡയമെൻഷൻസ്. കൺസെപ്റ്റ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഇറ്റ് റിക്വയർസ് ദ റിസർച്ചർ ടു സ്റ്റേറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് ദ കൺസെപ്റ്റ്സ് ദാറ്റ് ഹി ഡെവലപ്പ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാം ആ കൺസെപ്റ്റിനെ. അതാണ് കൺസെപ്റ്റ് ഡയമെൻഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, this is task may either be accomplished by deduction, that is by adopting more or less initiative approach, or by empirical correction of the individual dimensions with the total concept and or the other concepts. For example, we may think of several dimensions. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഡയമെൻഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. പ്രൊഡക്റ്റ് റെപ്യൂട്ടേഷൻ, കസ്റ്റമർ ഡീലിംഗ്, കോർപ്പറേറ്റ് ലീഡർഷിപ്പ്, കൺസേൺ ഫോർ ഇൻഡിവിജ്വൽസ്, അങ്ങനെ പലതും. ഇതിൽ നമ്മൾ ഏതാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുക, പർട്ടിക്കുലർ കൺസെപ്റ്റിന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യുക, ഡയമെൻഷൻ നടത്താം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെലക്ഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ കൺസെപ്റ്റ് ആദ്യം ഡെവലപ്പ് ചെയ്തു, പിന്നെ അതിന് നമ്മൾ സ്പെസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തു. Then next, selection of instruments. Selection of instruments means the dimensions of a concept have been specified. അപ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ആൻഡ് ഹി ഡെവലപ്പ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിങ് ഈച്ച് കൺസെപ്റ്റ് എലമെൻറ്റ്. ഓരോ കൺസെപ്റ്റ് എലമെൻറ്റേയും ഇൻഡിക്കേറ്റേഴ്സ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കെയിൽ ആണെങ്കിൽ അത് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് മേ ബി സെൻറ്റിമീറ്റർ, മീറ്റർ, ഇഞ്ച്, എക്സെട്ര, അങ്ങനെയൊക്കെ നമ്മളതിൽ ഇൻഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിൽ നമുക്ക് നോളജാണോ, ഒപ്പീനിയനാണോ, എക്സ്പെക്റ്റേഷനാണോ, റെസ്പോണ്ടൻറ്റിന് നമ്മൾ എന്താണ് നമ്മൾ അളക്കുന്നത്, സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണോ, അതാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു പെർഫെക്റ്റ് മെഷർ ഓഫ് കൺസെപ്റ്റ് റിസർച്ച് ഷുഡ് കൺസിഡർ സെവറൽ ആൾട്ടർനേറ്റീവ്സ് ഫോർ ദി പർപ്പസ്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ആൾട്ടർനേറ്റീവ്സ് ഈ ഒരു റിസർച്ചർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ സെലക്ഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്.
The next one is formation of index. This is the last step. Various indicators are combined together to form an index. പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഇൻഡെക്സ്. വെൻ വി ഹാവ് സെവറൽ ഡയമെൻഷൻസ്, ഇപ്പോൾ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഡിഫറെൻറ്റ് മെഷർമെൻറ്റ് പ്രൊവൈഡ് ചെയ്യും, സെവറൽ ഡയമെൻഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വി മേ നീഡ് ടു കമ്പൈൻ ദം ഇൻ ടു എ സിംഗിൾ ഇൻഡെക്സ്. നമ്മൾ അതിനെ ഒരു സിംഗിൾ ഇൻഡെക്സിലേക്ക് ആക്കിയിട്ട് മാറ്റുന്നു. അതായത് ഇൻഡിവിജ്വൽ ഇൻഡിക്കേറ്റർ ഹാസ് ഓൺലി എ പ്രോബബിലിറ്റി റിലേഷൻ ടു വാട്ട് വി റിയലി വാണ്ട് ടു നോ. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഇൻഡിക്കേറ്ററിൽ പറയുന്നത് നമുക്കൊരു പ്രോബബിലിറ്റി, അതിൻ്റെ റിലേഷനെ കുറിച്ചുള്ള ഒരു പ്രോബബിലിറ്റി മാത്രമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. സോ ദീസ് ആർ ദ ടെക്നിക്സ് ഓഫ് മെഷർമെൻറ്റ് ടൂൾസ്. എന്തൊക്കെയാണ്? കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്, സ്പെസിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ് ഡയമെൻഷൻസ്, സെലക്ഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്, ഫോർമേഷൻ ഓഫ് ഇൻഡെക്സ്. Okay, these are the techniques of measurement tools. So the next topic is essential for the measurement scale or criteria for good measurement tool or instrument. അതായത് മെഷർമെൻറ്റ് സ്കെയിലിൻ്റെ ക്രൈറ്റീരിയ, അതുപോലെ തന്നെ ഗുഡ് മെഷർമെൻറ്റ് ടൂൾ. സോ അതിൽ വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. 1 ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി, 2 ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി, 3 ടെസ്റ്റ് ഓഫ് പ്രാക്ടിക്കബിലിറ്റി. 3ആണത്. 3-ൽ 1 എന്നറിയാതെ വന്നതാണ്, കുറച്ച് ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി, ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് പ്രാക്ടിക്കബിലിറ്റി. So what do you mean by test of validity? Test of validity is an important critical criteria and it indicates the degree to which the instrument measures. Validity is the ability of a measure to measure what is supposed to measure. ഓക്കെ, ഇനി ടെസ്റ്റ് ഓഫ് വാലിഡിറ്റിയിൽ വരുന്ന 3 പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ്. ദാറ്റ് ഈസ് കണ്ടൻറ് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ആൻഡ് കൺസ്ട്രക്ട് വാലിഡിറ്റി. കണ്ടൻറ് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ആൻഡ് കൺസ്ട്രക്ട് വാലിഡിറ്റി. എന്താണ് കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് പ്രൊവൈഡ്സ് ആഡക്വേറ്റ് കവറേജ് ഓഫ് ദ ടോപ്പിക്സ് അണ്ടർ സ്റ്റഡി. നമ്മുടെ ഈ സ്റ്റഡിക്ക് ആഡക്വേറ്റുള്ള ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സ്റ്റോറേജ് നമുക്ക് ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ടോ, അതാണ് എന്ത് കണ്ടൻറ് വാലിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാൻ ആൾസോ ബി ജഡ്ജ്ഡ് ബൈ എ പാനൽ ഓഫ് പേഴ്സൺസ്. ഒരു കൂട്ടം പാനൽ ഓഫ് പേഴ്സൺസ് ആണ് അത് ജഡ്ജ് ചെയ്യുന്നത്. സോ ഈ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നത് എന്താണ്? ദ സ്റ്റാൻഡേർഡ്സ്. ദാറ്റ് ഈസ് കണ്ടൻറ് വാലിഡിറ്റി. ആൻഡ് സെക്കൻഡ് വൺ, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി. ക്രൈറ്റീരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള വാലിഡിറ്റി. ആൻഡ് ഇറ്റ് റിലേറ്റ്സ് ടു ദ എബിലിറ്റി ഓഫ് എ റിസർച്ചർ ടു പ്രെഡിക്റ്റ് സം ഔട്ട്കം ഓർ എസ്റ്റിമേറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ കറണ്ട് സിറ്റുവേഷൻ. കറണ്ട് ക്രൈറ്റീരിയ അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വാലിഡിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ക്വാളിറ്റീസ് ലൈക്ക് റെലവൻസ് ഉണ്ടോ, ഫ്രീ ഫ്രം ബയാസ് ആണോ, റിലയബിലിറ്റി ഉണ്ടോ, അവൈലബിലിറ്റി ഉണ്ടോ, അതിൻ്റെയൊക്കെ വാലിഡിറ്റി നമ്മൾ നോക്കുക. അപ്പോൾ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് നമ്മൾ വാലിഡിറ്റി നോക്കുക. ദാറ്റ് ഈസ് ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി. ആൻഡ് തേർഡ് വൺ, കൺസ്ട്രക്ട് വാലിഡിറ്റി. Construct validity means it relates to the assessment of suitability of measurement tool to measure the phenomena being studied. Application of construct validity can be effectively facilitated with the involvement of panel experts. Different types of panel experts are closely familiar with the measure of the phenomena. Okay, that is the construct validity. Okay, then first one, test of validity. അതിൽ വരുന്നതാണ് കണ്ടൻറ് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ആൻഡ് കൺസ്ട്രക്ട് വാലിഡിറ്റി. സോ ദ സെക്കൻഡ് വൺ ഈസ് ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി. അല്ലേ, ഒരു മെഷർമെൻറ്റ് ടൂളിൻ്റെ ഗുഡ് മെഷർമെൻറ്റ് ടൂളാണെന്നുള്ളത് ടെസ്റ്റുകളാണ്. ഇനി ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു സൗണ്ട് മെഷർമെൻറ്റ് ആയിരിക്കണം നമ്മളുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഗീവ്സ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് റിയൽ. കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളതിന് റിലയബിൾ എന്ന് പറയാം. ദ റിലയബിൾ ഇൻസ്ട്രുമെൻറ്റ് നീഡ് നോട്ട് ബി വാലിഡ് ഇൻസ്ട്രുമെൻറ്റ് ബട്ട് എ വാലിഡ് ഇൻസ്ട്രുമെൻറ്റ് മേ നോട്ട് ബി റിയൽ. Okay, reliable, may not be reliable. Okay, the next one is test of practicability. The last one is ടെസ്റ്റ് ഓഫ് പ്രാക്ടിക്കബിലിറ്റി. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമുക്കതിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കൺവീനിയൻ്റ് ആയിരിക്കണം, എക്കണോമിക് ആയിരിക്കണം, ഇൻ്റർപ്രറ്റബിലിറ്റി ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസി ടു അഡ്മിനിസ്റ്റർ ആയിരിക്കണം, അല്ലേ, ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യണം, സ്കോറിംഗ് കീസ് ഉണ്ട്,
എവിഡൻസ് അബൌട്ട് റിലയബിലിറ്റി ആണ്, അതുപോലെ തന്നെ ഗൈഡ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ മെഷർമെൻറ്റ് ടൂളും. അപ്പോൾ ഒരു മെഷർമെൻറ്റ് സ്കെയിലിന് എസെൻഷ്യലായിട്ട് വേണ്ട കാര്യങ്ങൾ ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി, ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് പ്രാക്ടിക്കബിലിറ്റി. ഓക്കെ. So the next topic is approaches related with the construction of scales. Approaches related with the construction of scales. പ്രധാനമായിട്ടും 5 അപ്രോച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആർബിട്രറി അപ്രോച്ച്, കോൺസെൻസസ് അപ്രോച്ച്, ഐറ്റം അനാലിസിസ് അപ്രോച്ച്, ക്യുമുലേറ്റീവ് സ്കെയിൽ ഓഫ് അപ്രോച്ച് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫാക്ടർ അനാലിസിസ് അപ്രോച്ച്. സോ ഫസ്റ്റ് വൺ, ആർബിട്രറി അപ്രോച്ച്. Arbitrary approach means scale on ad hoc basis. That is, he collects number of statements which he believes that they are unmistakable and suitable to a given topic. He may choose some of them and forms a scale. This approach can be adopted to develop any type of scale. അതായത് അഡ് ഹോക്ക് ബേസിലെ ആർബിട്രറി അപ്രോച്ചിൻ്റെ ബേസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അഡ് ഹോക്ക് ബേസിസ്. ദ റിലയബിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റെസ്പോണ്ടൻറ്റ് സബ്ജക്റ്റീവ് ലോജിക്. റെസ്പോണ്ടൻറ്റിൻ്റെ സബ്ജക്റ്റീവ് ലോജിക്കിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റിലയബിലിറ്റി വരുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് സം അസംഷൻസ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക? ആർബിട്രറി അപ്രോച്ചിലൂടെ നമ്മളൊരു സ്കെയിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ദ നെക്സ്റ്റ് കോൺസെൻസസ് അപ്രോച്ച്. ഇതിൽ എ പാനൽ ഓഫ് ജഡ്ജസ് കൺസിഡർ ഫോളോയിങ് ഫാക്ട്സ്. ഒരു കൂട്ടം ജഡ്ജുകൾ കുറച്ച് ഫാക്റ്റുകൾ നോക്കും. അതായത് വെദർ ഇതിൽ നിന്ന് നമുക്കൊരു ഔട്ട്കം കിട്ടുന്നുണ്ടോ, ഇത് മീനിങ് ഫുള്ളും ക്ലിയറും ആണോ, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ദ സ്കെയിൽ റെപ്രസെൻറ്റ്സ് ദ ലെവൽ, എത്രത്തോളം ലെവൽ ഓഫ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് അവർ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്കെയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഡിഫറൻഷ്യൽ സ്കെയിൽസ് ഡെവലപ്ഡ് ബൈ L. Thurston അല്ലേ, അണ്ടർ ദിസ് കാറ്റഗറി. കൺസെൻസസ് അപ്രോച്ച് പ്രകാരമാണ് നമുക്ക് ഡിഫറൻഷ്യൽ സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് L. Thurston. അപ്പോൾ സെക്കൻഡ് അപ്രോച്ചാണ് ദാറ്റ് ഈസ് കൺസെൻസസ് അപ്രോച്ച്. ഓക്കെ. ദെൻ തേർഡ് വൺ ഈസ് ഐറ്റം അനാലിസിസ് അപ്രോച്ച്. As per this approach, the actual responses are analyzed on the basis of statements for determining their accessibility. അവരുടെ ആക്സസിബിലിറ്റിക്ക് അനുസരിച്ച് ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ആക്സസിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു പർട്ടിക്കുലർ ഐറ്റം ഈസ് ഇവാലുവേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹൗ വെൽ ദേ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദോസ് പേഴ്സൺസ് ദോസ് ടോട്ടൽ സ്കോർസ് ആർ ഹൈ ആൻഡ് ദോസ് ഹോസ്റ്റ് സ്കോർസ് ആർ ലോ. ആരുടെ സ്കോറാണ് ഹൈ, ആരുടെ സ്കോറാണ് ലോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് item analysis approach. Those items or statements which meet best to this sort of discrimination test are included in the final statement. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ബെസ്റ്റായിട്ടുള്ള ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഹൈ എത്രയാണോ ലോ എത്രയാണോ എന്നുള്ളത് നമ്മൾ ബെസ്റ്റായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. സോ സമ്മേറ്റഡ് സ്കെയിൽസ് ഓർ ലിക്കേർഡ് സ്കെയിൽസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഐറ്റം അനാലിസിസ് അപ്രോച്ച്. സമ്മേറ്റീവും അതുപോലെ തന്നെ ലിക്കേർഡ് സ്കെയിലും നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ച്. Then fourth one, cumulative scale approach. This scale contains a series of statements to which the respondent expresses his agreement to disagreement. ഇവിടെ ഒരു ക്യുമുലേറ്റീവ് രീതിയിൽ റെസ്പോണ്ടൻ്റ് എക്സ്പ്രസ് ചെയ്യാണ് എഗ്രി ചെയ്യണോ ഡിസഗ്രി ചെയ്യണമെന്ന്. ഈ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഇൻ നേച്ചറാണ്. ദ റിലേറ്റഡ് വിത്ത് one another. Respondent replies favorably to item number 3, also replies favorable to item number 2 and 1. അപ്പോൾ അതിൽ നമ്മൾ എന്താ പറയുക, ഈ ഒരു റെസ്പോണ്ടൻ്റ് ഏതിന് വേണമെങ്കിലും എന്ത് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം. സോ it is being so, an individual whose attitude is at a certain point, a cumulative scale will answer favorably all the items of the one side of this point and work unfavorable all the items of other side. ഏതെങ്കിലും ഒരു സൈഡിൽ ഫേവറബിൾ ആയിരിക്കും, ഏതെങ്കിലും ഒരു സൈഡിൽ unfavorable ആയിരിക്കാം. ഓക്കെ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് factor analysis approach. As per this approach, factor scales are designed to intercorrelate item to determine the degree of independence between them. അതിൻ്റെ ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടർ സ്കെയിലുകൾ യൂസ് ചെയ്യുക. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ സ്കെയിലിങ് അതുപോലെ തന്നെ സിമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലൊക്കെ ഇതിന് അതർ എക്സാമ്പിളുകളാണ്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്രോച്ചസ് റിലേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിലാണ്. ഒന്ന് ആർബിട്രറി അപ്രോച്ച്, കൺസെൻസസ് അപ്രോച്ച്, ഐറ്റം അനാലിസിസ് അപ്രോച്ച്, ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ച്, ഫാക്ടർ അനാലിസിസ് അപ്രോച്ച്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ്
ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു? ഒരു ഗുഡ് മെഷർമെൻറ്റ് ടൂളിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ടെക്നിക്സ്, പിന്നെ എസെൻഷ്യൽ ഓഫ് ദ മെഷർമെൻറ്റ് സ്കെയില്, ദെൻ അപ്രോച്ചസ് റിലേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിൽ. ടെക്സ്റ്റ് വായിക്കുക, വായിച്ചിട്ട് ഏതെങ്കിലും ഭാഗം ഡൗട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവണമെന്നില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.